മണം വയ്ക്കും പിന്നല്ലേ തിന്നാനുള്ളതല്ല. ഓക്കെ, ഒരു 2 വിരൽ മാത്രം ഇങ്ങനെ യൂസ് ചെയ്ത് മുകളിലേക്ക് കറങ്ങണം കേട്ടോ. ഇച്ചിരി കൊണ്ടോ വെള്ളത്തെ മാത്രം കൊണ്ടോ. ഞാൻ തൊടാൻ കൊടുക്കും. ഇച്ചിരി വെള്ളം തൊട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കുറച്ചുകൂടി വെള്ളം വെച്ച് നല്ല പതപ്പിച്ച് ചെയ്യാം. ഇവിടെ വെച്ച് ഇതേക്ക് ചെയ്യാം. മുകളിലേക്ക് തൂക്കണേ. കഴുത്ത് താഴേക്ക് തൂക്കല്ലേ, കളയായിരിക്കും. ഇവിടെ മൂക്കൊക്കെ അങ്ങനെ ചെയ്യുക. കണ്ണിൻ്റെ അടിയിൽ 4ാമത്തെ വിരൽ വെച്ച് വേണം ഇങ്ങോട്ട് ചെയ്യാനായിട്ട് കേട്ടോ. 4ാമത്തെ വിരൽ വെച്ച് വെള്ളം കൂടെ കഴിയാവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തുടച്ചെടുക്കും. ഇത് കളർ വെച്ച് ഈ ഗ്ലൻസറിലുള്ളത് എല്ലാമേ ആയുർവേദിക്കാണ് കേട്ടോ. നമ്മുടെ ഈ വേപ്പല, ആര്യവേപ്പല, മഞ്ഞള്, അത് വന്ന് ശാമ്പർ ലീഫാണ്. ഈ കർപ്പൂരം ഉണ്ടല്ലേ, അത് പൊടിച്ച് അതിലിട്ട് ഓയിൽ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അത് ശാമ്പർ ലീഫാണ്. സൂപ്പറല്ലേ? മൊത്തം കുറച്ചോ. നീ യൂസ് ചെയ്യുന്ന രീതി മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ പോയി കുറച്ചുകൂടി നന്നായിട്ട് വൃത്തിയാക്കി. ഇത് എത്രാമത്തെ വയസ്സ് മുതലൊക്കെ യൂസ് ചെയ്യാൻ? എത്ര ആർക്കൊക്കെ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ? എല്ലാവരും ബോത്താ കേട്ടോ. ഇത് ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം 18 വയസ്സിന് ശേഷം. 18 വയസ്സിന്റെ ഇന്ന് ചെറിയ പിള്ളേർക്ക് തന്നെ ഒരുപാട് സ്കിന്നിനൊക്കെ മുഖക്കുരു, സ്കിന്നിന്റെ ഇത് ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യാം. 10 വയസ്സിന് ശേഷം മാക്സിമം യൂസ് ചെയ്യാം എല്ലാവരും കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്ക്, ഓയില്, പൊല്യൂഷൻസ് ഇതെല്ലാத்தைയും നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഡെയിലി 2-3 നേരം യൂസ് ചെയ്യാം. പുറത്തൊക്കെ പോയിട്ട് വന്ന് ഫേസൊക്കെ വാഷ് ചെയ്യില്ല, ആ സമയത്ത് ഒരു ഡ്രോപ്സ് മതി കേട്ടോ. കുറച്ച് വെള്ളം എടുത്തതാക്കി മസാജ് ചെയ്യണം. എപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വിരലെടുക്കുക കേട്ടോ. ഈ വിരലെടുത്ത് അപ്ലൈ ചെയ്യുക. താഴോട്ട് മേലോട്ട് നമ്മൾ മസാജ് ചെയ്യണം. മേലോട്ട് താഴെ എടുക്കുമ്പോൾ ഫേസിലുള്ള ഫാറ്റ് മൊത്തം ഇവിടെ ഇറങ്ങി കിടക്കും. ചില ആൾക്കാർ കഴുത്തൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതിലൊക്കെ ഫാറ്റ് ഉണ്ടല്ലോ, ഒരുപാട് തോന്നിയൊക്കെ കിടക്കില്ല. അത് കാരണം ഇതാണ്. ഇത് കഴുത്തിൽ ഇങ്ങോട്ട് തേക്കുമ്പോൾ നമ്മൾ ഈ ചുളുക്കം വരുന്നില്ല. പ്രായമാവുമ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ചുളുങ്ങിയിരിക്കും അവിടെ. അതൊന്നും വരത്തില്ല. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ പ്രായമായാലും ഇവിടെ വന്നിട്ട് എടുത്ത് കാണിക്കും. ഇതിന്റെ ഗുണം എന്താണ്? ഇപ്പൊ ഇത് വന്ന് നമ്മുടെ സ്കിന്നിൽ വന്ന് ഹൈഡ്രേഷൻ ലെവൽ വന്ന് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഹൈഡ്രേഷൻ അറിയാല്ലേ? ഇപ്പൊ നമ്മൾ രാവിലെ വന്ന് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അല്ലേ, ഫ്രഷ് ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പോകും. ഈവനിങ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എങ്ങനെ ആവും? ഡല്ലാവും ഇല്ലേ? അപ്പൊ ആ ഡൽനെസ് ഇത് റിമൂവ് ചെയ്താൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കിന്നിൽ വന്ന് നിറയെ പേർക്ക് പിമ്പിൾസ് ഒക്കെ വന്ന് ഓപ്പൺ പോർസ് ഉണ്ടാവും. കുളിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ? ആ കുളിയൊക്കെ ഇത് ക്ലോസ് ചെയ്ത്. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ. അടപ്പ് തുറന്ന് കയ്യിൽ ഒഴിച്ച് മുഖം കഴുകരുത്. അത് നമ്മളിങ്ങനെ സ്പ്രേ പോലെ അപ്ലൈ ചെയ്തതാണ്. അതിങ്ങനെ ടാപ്പ് പണി കൊടുത്താൽ മതി. സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ തന്നെ അബ്സോർവ് ചെയ്തെടുക്കും. ഇങ്ങനെ വലിച്ചെടുക്കും. കുറച്ച് നേരം ഒരു മിനിറ്റ്, എല്ലാം ഉടനെ തന്നെ ചെയ്യുന്നത്. 1 മിനിറ്റ് ഗ്യാപ്പ് കൂട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ ചെയ്തത്. ഇൻഗ്രീഡിയൻസ് വന്ന് നമ്മുടെ കറ്റാർവാഴ, കുക്കുംബർ, വെള്ളരിക്ക, പിന്നെ അത് വന്ന് പടികാരം. നമ്മുടെ ഈ ക്രിസ്റ്റിക്കൊക്കെ വേണ്ടി നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ തുകയിടുന്ന ഒരു സംഭവം. അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് നമ്മൾ സേവിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ
வந்து நமக்கு സിറം ഓക്കെ സിറമിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഓക്കെ സീസം ഓയിൽ സീസം എന്ന് പറയുന്നത് എള്ളാണ് കേട്ടോ വെള്ള കളർ എള്ളിന്റെ ഓയില് ഇത് வந்து ഓലിവ് ഓയില് ഇത് வந்து ബാദാം ഓക്കെ ബാദാം അതിന്റെ ഓയില് കുങ്കുമപ്പൂ അതിന്റെ ഓയിൽ ഇത് നാലുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ശരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും കേട്ടോ ഇത് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാൽ നമ്മുടെ സ്കിന്നിൽ ഇപ്പം പിമ്പിൾസ് ഒക്കെ വന്ന് ഒരുപാട് പാടുകളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ റിമൂവ് ചെയ്യും പിഗ്മെന്റേഷന് ഏജ് ആകാതെ നമുക്ക് ചുളുക്കുണ്ടാവും ഈ കണ്ണിന്റെ അടിയിൽ ഈ വായിനൊക്കെ ചുറ്റി ഇങ്ങനെ ലൈനൊക്കെ ഫാം ആയിട്ട് നെറ്റിയിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇത് റിമൂവ് ചെയ്ത് തരും പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ ഇരിക്കും ഒരു ബ്രൈറ്റ്നെസ് കിട്ടും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് ഒക്കെ വരുവാണെങ്കിൽ അതും നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇത് 4 പ്രോഡക്ട്സ് എല്ലാ ടൈപ്പ് സ്കിന്നിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ആ ഇടാം ഒരു ദിവസത്തിൽ തീരും അത്രയേ ഉള്ളൂ ഇത് ഇതുപോലെ ഒരു മൂന്ന് ഡ്രോപ്സ് ഓക്കെ മസാജ് ചെയ്യുക ഞാൻ കാണിച്ചു തരാവേ ഇത് ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് ഇങ്ങനെ താളന്റെ മേലോട്ട് എടുക്കുന്നത് നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ ഈ മീനൊക്കെ ഈ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവില്ലേ അതുപോലെയാണ് ഒരു തിളക്കം നമുക്ക് ഈ സിറ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും എല്ലാം ഓയിലല്ലേ എല്ലാം മൂലിക ഐറ്റംസ് ഇങ്ങനെ ഇടണം കേട്ടോ താളന്റെ മേലോട്ട് സാമ്പാർ വിധത്തിലായിരിക്കും ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അതുകൊണ്ടാണ് നമ്മൾ ഫിനിഷ് ആക്കുന്നത് കേട്ടോ ഈ സിറം ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ സ്കിന്നൊക്കെ നമുക്ക് റെഡി ആവും കേട്ടോ ഇങ്ങനെ വരുന്നത് ഇതൊക്കെ നമുക്ക് ഇതാണ് പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട് പിമ്പിൾസ് പാട് റിങ്കിൾസ് ലൈൻസ് ഇതെല്ലാം வந்து നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മാറും കേട്ടോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മാറും ഇതൊക്കെ മെലാനിൻ പറയുന്ന ഒരു ഹാർമോൺസ് வந்து കൂടുതലായിട്ട് പ്രൊഡ്യൂസ് பண்ணுമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് സ്കിന്നിൽ കേട്ടോ ഇതൊക്കെ നമ്മൾ സിറം തുടർന്ന് യൂസ് ചെയ്യുമ്പോൾ മാറും ഓക്കെ അത് വരുമ്പോൾ മെലാനിൻ ഹോർമോൺസ് അപ്പോൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മോയ്സ്ചറൈസർ കൊണ്ടിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആലോവേറ ആൽമണ്ട് ഓയിൽ കനകായിൽ കനകായിൽ ഒരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇത് வந்து നമ്മുടെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാ ഇപ്പം നിറയെ പേര് പുറത്തൊക്കെ പോകുമ്പോൾ ഈ സൺലൈറ്റ് അലർജി നമ്മുടെ സ്കിന്നെ வந்து അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സൺക്രീം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ UV പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മുടെ ഈ മോയ്സ്ചറൈസർ നല്ലതാണ് അപ്പോൾ ഇത് ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ബ്രൈറ്റ്നെസ് നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും യൂസ് ചെയ്യാം ഓക്കെ അതൊരു 4-5 ഡ്രോപ്സ് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വെച്ചിട്ട് മസാജ് ചെയ്യാം
ഓക്കെ, ഇനി ഇത് നമ്മുടെ ID ഓപ്പൺ ചെയ്യണം.